ഹലോ ഫ്ലൈലേഴ്സ്, ഇത് പുതിയ മാരുതിയുടെ ഡിസയർ. നമ്മളിതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ ഓൾറെഡി കൊണ്ടുവന്നിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3 മാസത്തിന് മേലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവരുന്ന ലോങ് ടേം റിവ്യൂ ആണ്. നമ്മൾ സാധാരണ മീഡിയ കാസ് ലോങ് ടേം ആയിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ 3 മാസത്തിലേറെ നമ്മളെടുത്തിട്ടുണ്ട്. അന്ന് നന്ദു ആയിരുന്നു ഫസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്നിരുന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ ശരിക്കും ഉപയോഗിച്ച് ഒരു യൂസർ ടൈപ്പ് റിവ്യൂ കൊണ്ടുവരും. അതാണ് ഈ ലോങ് ടേം റിവ്യൂയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കയ്യിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒരുപാടുണ്ടാവും. കാരണം നമ്മൾ ലോങ് പോകുന്നുണ്ട്, പല റോട്ടിൽ പോകും, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡുണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സർവീസിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റും കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ അത്രയും എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ തിരിച്ചു പോവാണ്. പക്ഷേ നമ്മുടെ എഫിഷ്യൻസി പാർട്ടും ട്രാവൽ ചെയ്യുമ്പോഴുള്ള കംഫർട്ടും കുറേ പല ആൾക്കാർ ഉപയോഗിക്കും, പല ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ എല്ലാം റിവ്യൂസ് ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ശരിക്കും ഒരു ഫൈനലി ഒരു റിവ്യൂ കൂടെ കണ്ടിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ആൻ ആപ്പ് റിവ്യൂ. എന്തായാലും നമ്മൾ പല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓൺ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. അപ്പം ഞാൻ മാത്രമല്ല, വണ്ടി ഒരുപാട് ഉപയോഗിച്ച് വേറൊരാളും കൂടിയാണ് നന്ദു. അപ്പോൾ നന്ദും ഈ റിവ്യൂവിൽ കൂടുന്നുണ്ട്. അപ്പം ചാടി കയറിയിരുന്നു ഇവിടെ. എനിക്കെല്ലാം മുടിക്കുന്നു പറ്റി. മുടി നമ്മൾ മറ്റേ വിത്തും ഇതൊന്നും ഇട്ട് കൊടുക്കണ്ടല്ലോ, വളർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മറ്റേ വളർന്നോണ്ടിരിക്കുന്ന പറഞ്ഞുണ്ട്. ഞാനൊന്ന് മുടി നീട്ടാന്നിരിച്ചിട്ടുണ്ട്. മുടിയനായ പുത്രൻ എന്നുള്ളതിന് ഞങ്ങള് വെറുതെ കളി കളിക്കുന്നത്. നീയായിരുന്നു, നീ മുടി ഇത്രത്തോളം നീണ്ടി താത്തിട്ടിട്ടുള്ള വളർച്ച. അക്ഷരാർത്ഥത്തിലും വെർച്വലി റിട്ടറിലും ഒക്കെ ഞാൻ മുടിയനായ പുത്രനായിരുന്നു. എന്റെ ആഫ്രോ ആണ്, ഇങ്ങനെ വരും ചുരുള മുടി. ആഫ്രോ പണ്ട് നിങ്ങളിത് ഇതുപോലെ തന്നെ വളർത്തിട്ട് എന്താ സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് അടിപൊളി ലുക്ക് ആയിരുന്നു. അത് എല്ലാവരും ഫോട്ടോ ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ എപ്പോഴും എനിക്ക് അവസരം കിട്ടും. അതൊക്കെ എന്റെ തന്നിട്ടുണ്ട്. അത് പണ്ട് അങ്ങനെ ഒരു അബദ്ധം ചെയ്തിരുന്നു, മുടി വളർത്തിട്ട്. ഐ ഹാവ് ഇറ്റ്. ഏതെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഇറക്കിട്ടാൻ വേണ്ടി കാത്തിക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഏതായാലും ഡിസയറിലേക്ക് വരാം. നമുക്ക് നമ്മളെന്തെല്ലാം നമ്മുടെ ഡിസയർ ആണ് മുടി നീട്ടാന്ന് പറയുന്നത്. ആ ഒരു ഡിസയർ ഞാൻ ഒന്ന് മുടി പോകുന്നതിന്റെ മുന്നേ ചെയ്തേക്കാന്ന് കരുതി ഒന്നുകൂടെ. പണ്ട് വളർത്തിയിരുന്നു. ആ ഡിസയർ പോകുന്നേക്കാളും മുന്നേ തന്നെ ഞാനോ ഒന്ന് വെളിപ്പെടുത്താന്ന് ചോദിച്ചു. ഓക്കെ, ജോക്സ് എ പാർട്ട്, കം ബാക്ക് ടു ദ റിവ്യൂ. എന്നെ പോലെ തന്നെ കുറെ ഉപയോഗിച്ചെന്നുള്ള അഹങ്കാരത്തിലായിരിക്കുന്നത്. ഞാൻ തന്നെ എന്റെ ഫസ്റ്റ് ഡ്രൈവറും പോയിട്ടുണ്ടെന്ന്. അന്ന് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ പേര് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു എഞ്ചിൻ 3 സിലിണ്ടർ ആണ് അതിന്റെ. പക്ഷെ എനിക്ക് ഐ ഡിഡ് നോട്ട് ഫീൽ. അല്ല, 3 സിലിണ്ടർ ആന്ന് ലിറ്ററലി കാണുമ്പോ ഒരു സിലിണ്ടർ കുറവുള്ള സംഗതിയും അങ്ങനെ ഒരു ഫീൽ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന കുറ്റം പറയാനില്ല. നമ്മളിപ്പം വണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പല വണ്ടികളും പോലും ചെയ്യാതെ റിവ്യൂ പറഞ്ഞ ആൾക്കാരുണ്ട്. അതില് ഇപ്പം നമ്മൾ ഔട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇവന്റ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് പോയി കണ്ടിട്ടേക്കും ചില വണ്ടികളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, തെറ്റാവാം, ശരിയാവാം. പക്ഷെ നമ്മൾ ഓടിച്ചിട്ട് പറയുമ്പോൾ അല്ല എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്ന പോലെ ആവുകയില്ല ഒരിക്കലും. ഈ വണ്ടി 3 സിലിണ്ടർ ആയതുകൊണ്ട്, ഇത്ര പവർ ഉണ്ടായതുകൊണ്ട് എന്നുള്ള പറയാം. കാരണം വണ്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന വലിയ R&Dയിലും ചെയ്തത് കമ്പനീസിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് വണ്ടിയും ഡെവലപ്പ് ചെയ്യുന്നത്. നല്ലതുണ്ടാവും, മോശം ഉണ്ടാവും, അതെല്ലാം പിന്നീടുള്ള എൻഡ് റിസൾട്ട്. ഒരിക്കലും ഒരാളും മോശം കാർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വിൽക്കാനും അത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനെല്ലാം തന്നെ പാളി പോവാറുണ്ട്. അത് ചില കേസിലുണ്ട്. പക്ഷെ മാരുതിയിൽ നിന്ന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒന്നും ചെറിയ സിലിണ്ടർ എഞ്ചിൻ എല്ലാം ചെറിയ എഞ്ചിനാന്ന് വെച്ചിട്ടൊരു കാര്യം കുഴപ്പമൊന്നുമില്ല. കാരണം അവരെ ടാർഗറ്റ് ഓഡിയൻസിന് അവർക്ക് നല്ലോണം. കാരണം എന്നും ഈ സ്വിഫ്റ്റ് ആണെങ്കിലും ഡിസയർ ആണെങ്കിലും അത് സെല് ചെയ്യാൻ ഒരു ഫോർമുല ശരിക്കും ഉണ്ടായിരുന്നു. ബഡ്ജറ്റ്, പിന്നെ ചീപ്പ് ടു മെയിൻറ്റെയിൻ, എക്കണോമിക്കൽ, മൈലേജ്, പിന്നെ അതേപോലെ സ്പേസ്, ഇതൊക്കെ ആയിരുന്നു ഒരു ഫോർമുല. അതൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇപ്പൊ ആണെങ്കിൽ ഡൈനാമിക്സും കണക്കിലെടുക്കുന്നു. സസ്പെൻഷൻ കുറച്ച് കാലമായിട്ട് മാരുതി സസ്പെൻഷൻ ട്യൂൺഡ് ആണ്. ഈ ഒരു സെഗ്മെന്റില് ആക്ച്വലി തുടങ്ങുന്നത് ടാറ്റയുടെ CS കോമ്പാക്ട് മൂവ്മെന്റിലാണ് വരുന്നത്. പിന്നെ ഡിസയർ വന്നു, അതൊന്ന് HOT ആയിരുന്ന ഡിസയർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഡിസയർ ആയിട്ട് വന്നു. പക്ഷെ ഈ ഒരു ജനറേഷനിലാണ് ഡിസയറിന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഐഡന്റിറ്റി വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡിസയറും ഡിസയർ ഓണേഴ്സും എനിക്ക് കാണരുതായിരുന്നു. അത് നമ്മളെ ടാക്സിക്കാരൻ മാത്രം ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ രണ്ടാമത്തെ ഡിസയർ മുതൽ ഡിസയർ ആയിട്ട് വന്നെങ്കിലും പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ വാങ്ങിച്ചിരുന്ന ഒരു വണ്ടി ഓടിക്കാനും അവർക്ക് അറിയില്ല. അത് വേറെ വഴിക്ക് ജനറലൈസ് ചെയ്യണ്ട. നല്ല പ്രായമുള്ള നല്ല ഓടിക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഡിസയർ മേടിക്കില്ലല്ലോ. ഓക്കെ, അപ്പം ഇന്നിപ്പോ അതല്ല, ഇന്നത്തെ ഡിസയർ വന്നപ്പോ തന്നെ ഫ്രേസ് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസത്തിൽ ചെയ്ത. ഇതിലൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴൊന്ന് ടാറ്റ ടിഗോർ, അതാണ് ഓൾഡസ്റ്റ് ഓഫ് ദ ലോട്ട് അവൈലബിൾ. പിന്നെ ഹ്യുണ്ടായി ഓറ, അത് നമ്മള് ശരിക്കും ഒരു വലിയ നല്ല വണ്ടിയാണ്. പക്ഷെ
എവിടെയും കാണാനില്ലാത്തൊരു വണ്ടി. മറ്റുള്ള സിറ്റികളിൽ പോയാല് ഊബർ കാറായിട്ട് കാണുന്ന വണ്ടിയാണ്. ഇവിടെയും നമ്മള് ഊബറായിട്ടും കാണുന്ന കുറവാണ്, വളരെ കുറവാണ്. പിന്നുള്ളത് ഡിസയർ ആണ്. പിന്നെ വന്ന് ഇപ്പം അതിന്റെ ശേഷം ഡിസയർ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ വന്നായിരുന്നു ഹോണ്ട പുതിയ അമേസ്. ഈ 4 വണ്ടികളാണ് ഇതിൽ 3 കോമ്പറ്റീഷനുകൾ. അതിൽ മെയിൻ കോമ്പറ്റീഷൻ എനിക്കിപ്പോ തോന്നുന്നു, സത്യം പറയാലോ, ചീത്തപ്പേരും ഉണ്ട്, മറ്റേ മാരുതി അമേസും ഹോണ്ട ഡിസയറും പറഞ്ഞിട്ട്. അത് ശരിയാണ്, ഓൾമോസ്റ്റ് സിമിലർ ലുക്കിംഗ്, വെരി സിമിലർ ലുക്കിംഗ്. ഞാനിത് ഫസ്റ്റ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, ക്ലോസ്ഡ് പ്രിവ്യൂ. അതായത് കുറച്ച് സെലക്ടഡ് ജേർണലിസ്റ്റുകളെ വിളിച്ചിട്ട് അവരവരുടെ ഫാക്ടറിയിൽ R&D സെന്ററിൽ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് വണ്ടി കാണിച്ചിരുന്നു. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോണ്ട അക്കോർഡ്, അന്ന് ഞാൻ പുറത്ത് പോയിട്ട് ഹോണ്ട അക്കോർഡ് പുതിയ കണ്ടുവന്ന സമയം ഹോണ്ട അക്കോർഡ് ചെറുതാക്കിയ പോലെ. പിന്നെ ഇത് വന്ന് ഓക്കെ ദിസ് ഇസ് ആക്സെപ്റ്റഡ്. പിന്നാണ് ഹോണ്ട അമേസ് പുറത്ത് വരുന്നത്. അപ്പോൾ ഹോണ്ട അമേസ് ശരിക്കും ഓക്കെ ബേബി അക്കോർഡ് മാതിരി, ഇതും അതുപോലെ തന്നെ. ബട്ട് ഇറ്റ് ലുക്ക് ഗുഡ്. It looks good. No nothing to complain over here. Man, see that scooter. Oh. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് പുതിയ ഹൈവേ വരുമ്പോൾ 2 വീലേഴ്സ് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ സെയിം സംഭവം ഇന്നാള് പജാസ് വന്നപ്പോ നമ്മള് ഫാമിലി ആയിട്ട് പോയില്ലേ, അന്ന് ലിറ്ററലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ റോങ് സൈഡ് വരിക, അത് തെറ്റ്, ഒന്നും തെറ്റോ കുറ്റം പറയാനില്ല, പ്രായമുള്ള മനുഷ്യൻ റോങ് സൈഡ് വന്നു. റോങ് സൈഡ് വരുന്നതിന്റെ കൂടെ ഡയാഗണലി ഫ്ലൈ ഓവറിന് മേളിൽ കൂടെ കട്ട് ചെയ്തൊരു പോക്ക്. വരുന്നൊരു ഫാമിലി വണ്ടി തട്ടി, വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. നമ്മള് കറക്റ്റ് വരുമ്പോ ആള് ഇടിച്ച് വീണ് തലേന്നൊക്കെ ഫുൾ ചോര വരുന്ന സീനാണ് കാണുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ അഭിമുഖീകരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ 2 വീലേഴ്സ് ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, ചെറിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ ഹൈവേ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര റോഡാണ് നമുക്ക് വരുന്നത്. പക്ഷേ സർവീസ് റോഡും കാര്യങ്ങളെല്ലാം ഫുള്ള് ചിലപ്പോൾ ഓപ്പൺ ആയിട്ടല്ല, ചിലപ്പം ബ്ലോക്ക് ചെയ്ത് കട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം ഉള്ള ഹൈവേയിൽ ഓപ്പോസിറ്റ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 2 വീലേഴ്സ് ആണ് പ്രത്യേകിച്ച് ലൈറ്റ് ഇപ്പോൾ ഓൺ ആയിരിക്കും, പക്ഷേ നിങ്ങൾ കഴിയുന്നതും ഈ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഫാസ്റ്റ് ലൈനിൽ വരരുത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇങ്ങനെ അല്ല, അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അല്ല വരരുത്. ഈ ഒരു സർവീസ് ലൈനിൽ ഇറങ്ങി കയറി കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് മാർക്ക് ചെയ്തുള്ള ലൈൻ ഉണ്ട് നമ്മൾ സൈഡ് ആക്കാനുള്ള, അതിലാണ് നിങ്ങൾ വരേണ്ടത്. ഇനി കാറാണെങ്കിൽ ഈ സൈഡിലല്ല വരുന്നത്, ഈ സൈഡിൽ ലൈറ്റ് പറ്റുവാണെങ്കിൽ ബ്ലിങ്കേഴ്സ് ഇട്ടിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ലതാണ്, സേഫാണ്. കാരണം ഇവിടെ വരുന്ന ഒരു ഹൈ സ്പീഡിലേക്ക് ടേണോ കാര്യം എടുത്ത് വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പുറം ആയിരിക്കും ഒരു ഹൈ സ്പീഡിൽ വരുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു RTO ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോൾ ഒരു സീനിയർ ഓഫീസർ സംസാരിച്ചപ്പം ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഇപ്പോൾ തുറന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് കൂടുതലും 2 വീലേഴ്സ് റോങ് സൈഡിൽ വരുന്നോണ്ടുള്ള ആക്സിഡന്റ്. അതെ, കാണുന്നില്ല. 2 വീലർ ഓട്ടോറിക്ഷ പ്രത്യേകിച്ച് അത് 2 സെഗ്മെന്റ് വളരെ ചെറുതാ, ദൂരത്ത് വരുമ്പോൾ ഉള്ള ഹൈലൈറ്റ് ഇന്ന് കുറവായിരിക്കും. ഇനി കാറോ വലിയ വണ്ടി എല്ലാം ആണെങ്കിലും നിങ്ങൾ വരേണ്ടത് നമ്മൾ റോഡിൽ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതല്ല, ലെഫ്റ്റ് ചേർന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ റൈറ്റ് ചേർന്ന് വരിക, അവിടെയാണ് സ്ലോ ലൈൻ ഉള്ളത്. നിങ്ങൾക്കും അടുത്ത എക്സിറ്റിൽ പോകണമെങ്കിൽ അതായിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല ഇപ്പുറം പോകുന്നുണ്ടെങ്കിൽ നിർത്തി ബ്രേക്ക് ഇട്ട് നിർത്തി ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഉണ്ടോ, വരുന്ന വണ്ടിയുടെ സ്പീഡും കൂടെ മനസ്സിലാക്കിയിട്ട് ക്രോസ് ചെയ്ത്. തൊണ്ടാട് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഈ മാർക്കിങ്സ് വരച്ചോണ്ടിരിക്കുന്ന ലോറി ഉണ്ടായിരുന്നു. ആ ലോറി എതിർവശത്തേക്ക് വരിക, ഇവിടുന്ന് ഒരു ടോറസ് ഒന്ന് ഇടിച്ചു കയറ്റി, ഫുൾ സീൻ പൊളിഞ്ഞു. അതിന്റെ അകത്ത് ആൾക്ക് അത്യാവശ്യം നല്ല പരിക്ക്. ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള അനുഭവം കാണുന്നുണ്ടല്ലോ. അതാ റിവേഴ്സ് പോവാ ഹൈവേ സംഭവിക്കാം. പക്ഷെ ഈ ഒരു സ്പീഡിൽ പോകരുത് പ്ലീസ്, നിർത്തി നോക്കി ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത എക്സിറ്റ് കിട്ടുന്നവരെ പോവുക. ഇതെല്ലാം മുന്നോട്ട് പോയാൽ മതി. എനിവേ നമ്മൾ കണ്ടോണ്ട് ഒരു ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞാണ്. കം ബാക്ക് ടു ദ കാർ. എനിക്ക് ലുക്ക് ഗുഡ് ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ലുക്ക്. കാരണം 2 ഡിസ്റ്റിങ്ഷൻ വന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എക്സാക്ട്ലി എന്റെ മെയിൻ അന്നത്തെ റിവ്യൂല് ഞാൻ പറഞ്ഞ പോയിന്റ്, രണ്ടിനും 2 വ്യത്യസ്തമായ മുഖങ്ങൾ കൊടുത്തത്. 2 ടൈപ്പ് ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ അറിയാം ഇതൊരു എൻട്രി ലെവൽ സിഡാൻ സെഗ്മെന്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് പ്രോമിനന്റ് ആയിരുന്നു, ഇപ്പോൾ അത് വീക്ക് ആവുന്ന കാരണം കുറെ SUVസിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ടൈപ്പ് ഓഫ് സിഡാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഉദാഹരണം ഉപ്പ. അതെ അങ്കിള് ഡെഫിനറ്റ് ആയിട്ട്. ഉപ്പൊക്കെ ലോങ് ടൈമർ വന്നാൽ ഉപയോഗിക്കുന്ന സ്വഭാവമൊന്നുമില്ല. നമ്മുടെ അടുത്ത് കൊടുത്താൽ പോലും വേണ്ട, എൻ്റെ അടുത്തൊന്നും തട്ടണ്ട എന്നുള്ളതില്ല. പക്ഷെ ഇത് വന്നപ്പോ 2-3 വർഷം വണ്ടി ഒഴിവുണ്ടോ, വണ്ടി എവിടെയുള്ള റപ്പന്റെ ഹോണ്ട സിറ്റി ഇപ്പൊ ഉപയോഗിക്കാത്തപ്പോ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ആദ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഈ AMTയുടെ ആയിരുന്നു. AMT പറഞ്ഞ ബ്രേക്ക് അപ്ലൈ ചെയ്ത് എൻഗേജ് ചെയ്താലും ചില സമയത്ത് ആ ഫുള്ള് ബ്രേക്ക് അപ്ലൈ അല്ലെങ്കിൽ എൻഗേജ് ആവാത്ത പ്രശ്നം കാണിക്കാറുണ്ട്. അത് അതിൻ്റെ ഒരു സിസ്റ്റമാണ്.
അപ്പൊ അത് ഇനീഷ്യലി ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് യൂസ് ആകാൻ മുപ്പൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ നല്ലോണം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത്. അപ്പൊ ആ ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാർ, ക്ലസ്റ്ററിലുള്ള ആൾക്കാർ, ഇപ്പോൾ 73 ആണ്. അപ്പൊ അവർ ഉപയോഗിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു സെഗ്മെന്റ് ആണ് സിഡാൻ. ആ സിഡാൻ തന്നെ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്നവർ, ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലൊരു ചോയ്സ് ആണിത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കാര്യം, ഒരു ബാലൻസ് ഉണ്ട്. പവറിന് പവർ ഉണ്ട്. AMT ആണെങ്കിലും മാനുവലിട്ട് ഓടിച്ച അടിപൊളിയാ. ഞാൻ ഇത് മാനുവലിട്ടേ ഓടിക്കലുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനം. പക്ഷെ ഇതിന്റെ മാനുവൽ ഇട്ടാലും എന്താ പറയാ, അല്ലാതെ ഓടിക്കുമ്പോൾ ഒറ്റ സംഗതി ഉള്ളത്, ഈ സിറ്റിയിലാണെങ്കിൽ ഒരു ജർക്ക് വരും. പൊട്ടംകളി കളിക്കില്ല. അത് നമ്മൾ സാധാരണ ക്ലച്ച് കൊടുക്കാതെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമില്ല. അത് ചില സമയത്ത് കാണിക്കും, ഒരു പൊട്ടംകളി കളിക്കും. ഇത് എവിടെയാ കുടുങ്ങാന്ന് വെച്ചാൽ ഫ്ലൈ ഓവറിന്റെ മുകളിലൊക്കെ നടുക്ക് നിൽക്കുന്നു, കയറ്റം കയറാൻ നിൽക്കുന്നു. അപ്പൊ ബാക്കിലത്തെ സൈഡത്തെ വണ്ടിക്ക് ഇത് ഏതായി ഊള വണ്ടി അടിക്കാറിയാത്ത വണ്ടി പോവല്ലോ ചെയ്യും. പക്ഷെ ഇനീഷ്യൽ ഒരു ജർക്ക. അപ്പൊ അത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് ഉണ്ടാവുന്നുള്ള വന്ന സമയത്ത് ഇവൻ അയോണിക്കായിട്ടോ മറ്റേ പോയിട്ട് ഞാനിത് എടുത്ത് പോകുമ്പോ അന്ന് ഫസ്റ്റ് ഇതിൽ എന്തായാലും എനിക്കത് കിട്ടും. കാരണം ഞാൻ ബാക്കിയുള്ളോട് ബാക്ക് എടുക്കും തന്നെ അത് കിട്ടും. അത് പിന്നെ അപ്പൊ നമ്മൾ ആക്സേഷൻ കൊടുക്കണം. അപ്പൊ കുറച്ച് പവറിലാവും. അപ്പൊ ആ ഒരു ബാലൻസ് ഒന്ന് സെക്കൻഡും ഫസ്റ്റും തമ്മിൽ ഒരു ചെറിയ ഇടയ്ക്കൊരു പൊട്ടംകളി വരും. ഗിയർ മാറണോ വേണ്ടേ? അത് ചെറിയ സ്പീഡിൽ ഇതെല്ലാം ഒരു ഹൈവേ എത്തിക്കാൻ ഇതൊന്നും ചെറിയ സ്പീഡ്. എനിക്ക് ബെസ്റ്റ് കിട്ടിയത് 13.7. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 13.7. എനിക്ക് ഇന്നലെ കൂടെ ഞാൻ കൊണ്ട സമയത്ത് എനിക്ക് ടൗണിൽ ഏകദേശം 10.5 ലെവലും കിട്ടും. ഹൈവേസിൽ പോകുമ്പോ 15-16 റേഞ്ച് കിട്ടിയില്ല. എനിക്ക് 13.7 ഞാൻ മാർക്ക് ചെയ്ത് 13.57 വരെ 14 എത്തിയിട്ടില്ല. എനിക്ക് അത്ര കിട്ടിയില്ല. അത് വേറെ ഉണ്ട്. അത് ആവറേജ് ഫ്യൂൽ എക്കോണമി അല്ലേ? അല്ല, ഞാൻ നോക്കി മറ്റേ റീസെറ്റ് ചെയ്ത് നോക്കിയാ മേ ബി ഹൈവേ വർക്ക് എടുക്കുന്നുണ്ടായിരിക്കണം. ഞാൻ നോക്കി. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് അല്ലേ, എനിക്ക് അറിയുന്ന റൂട്ട്. എനിക്ക് 15-16 എനിക്ക് തൃശ്ശൂർ വരെ പോയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് മാക്സിമം ഉണ്ടോ? മാക്സിമം കിട്ടി. പിന്നെ മാക്സിമം സ്പീഡ് ഈസിലി അറ്റൈനബിൾ 130 ആണ്. 130 വരെ ഞാൻ ഒരു എഫേർട്ട് ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതിന്റെ എഫിഷ്യൻസി കുറയാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പം ഒരിക്കലും RPM ഡ്രോപ്പ് ആവുന്നില്ല. 2.5 വരെ 2500 RPM-ലാണ് നിൽക്കുന്നത്. നമ്മൾ സാധാരണ ഞാനും സോഫ്റ്റ്വെയർ 1500-2000 ഇടയ്ക്ക് നിർത്തും. അതിൽ നിൽക്കുന്നില്ല. അപ്പോഴേക്ക് വണ്ടി സ്ലോ ആവുന്നുണ്ട്. അപ്പൊ അതൊരു റീസൺ ആണ് എനിക്ക് തോന്നുന്നത്. സ്ലോ ആയി പോകുമ്പോൾ നമ്മൾ പിന്നെ കൊടുക്കും ആ ഒരു ഡ്രോപ്പ്. പക്ഷെ എന്നാലും ഈ ഒരു മൈലേജ് ആണ് നമുക്ക്. എനിക്കൊരു 14 അറൗണ്ടും, എനിക്ക് 15-16 അല്ലേ ഏകദേശം കിട്ടുന്നുണ്ട്. നോട്ട് ബാഡ്. AMT കണക്കിലെടുക്കുക. സിറ്റിയിലാണെങ്കിൽ 10 അത്രേ കിട്ടൂ, കൂടുതൽ കിട്ടും പ്രതീക്ഷിക്കേണ്ട. അത് ഏത് വണ്ടി എടുത്താൽ, പ്രത്യേകിച്ച് DCT-ലാണ് ഭയങ്കര ഡ്രോപ്പാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എഫിഷ്യൻസി ഫിഗേഴ്സ് ഉള്ളത്. മൈലേജ് നോട്ട് ബാഡ്. പിന്നെ കംഫർട്ട് ഇൻ സിറ്റി ഓക്കെ, ലോങ് ഹൈവേസ് ഫ്രണ്ടിൽ ഓക്കെയാണ്, ബാക്കിലാണ് പ്രശ്നം. ഞാൻ ഇന്നലെ മിനിയാന്നുള്ള ബാക്ക് പെയിൻ കിട്ടിയോ? പണ്ട് നമുക്ക് വാഗണാറിലായിരുന്നു എനിക്ക് ബാക്ക് പെയിൻ കിട്ടി. ഇതിലെനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടി. എനിക്കത് ഒരു പ്രാവശ്യം ഞാൻ ഇതില് ദിവസം മൊത്തം യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ തൃശ്ശൂർക്ക് പോയി, പിന്നെ ഉച്ചയ്ക്ക് അവിടെ, പിന്നെ അവിടെ നിന്ന് കോയമ്പത്തൂർ പോയി, കോയമ്പത്തൂർ നാളെ പിക്ക് ചെയ്ത് തിരിച്ച് കോഴിക്കോട് വന്നു. അങ്ങനെ ഡേ ഫുൾ ഞാൻ ഇതിലാ. അന്ന് എനിക്ക് ശരിക്കും ആ കോയമ്പത്തൂർ നിന്നുള്ള കോഴിക്കോട് വരത്തന്നെ രാത്രി എനിക്ക് ശരിക്കും എനിക്കിങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്നു. ഞാൻ അത്രയും ലോങ് ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടില്ല. ഞങ്ങൾ രാവിലെ കൊച്ചി പോയി വർക്കെല്ലാം തീർന്നു രാത്രി മടങ്ങുന്ന ആ പോക്കേ പോയിട്ടുള്ളൂ. പക്ഷെ അന്ന് വാഗണാറിൽ പറഞ്ഞ പോലെ അങ്ങനെ പോയാൽ തന്നെ തിരിച്ചു വരുമ്പോഴേക്ക് വൈകിട്ട് നല്ല പണി കിട്ടും. ഒരു കടച്ചല, പെയിനല്ല, ഒരു അൺകംഫർട്ടിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. എനിക്ക് ഉണ്ടായിട്ടില്ല. ബാക്ക് ഈ പറഞ്ഞ ഇരിക്കാൻ എന്തെല്ലാം സൗകര്യം. ലോങ് എല്ലാം പോകുമ്പോൾ നമ്മൾ കുറെ മാറിയിരിക്കല്. ശരിക്കും ആ 3 പേരാണെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഫീൽ വരില്ല. ഈസി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലീൻ ചെയ്യുമ്പോൾ കുറെ നേരം ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താന്നുള്ളത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് അറിയില്ല. പക്ഷെ 3 പേരായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്ന് നിങ്ങളൊന്ന് മറ്റേ ഷെന്നിയുടെ കല്യാണം കഴിഞ്ഞ ടൈറ്റ് ആയിട്ട് ഇരുന്ന് അവിടെ ഇരിക്കാനും പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് ഈസിലി ഇരിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ സൈഡ് റെസ്റ്റ് അല്ല ഹാൻഡ് റെസ്റ്റ് വെക്കും. പിന്നെ കഴിഞ്ഞാൽ അത് വേണ്ട, പൊക്കി വെക്കും. അപ്പൊ ഇങ്ങോട്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ ഒരു സീറ്റിംഗ് പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളതല്ല, നമ്മൾ കുറെ ലീൻ ചെയ്ത് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെന്റിലേക്ക് ഒന്നും നല്ലൊരു സീറ്റ് തന്നെയാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ നീറ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം AC-യും കാര്യമെല്ലാം നമ്മൾ ഈ പൊള്ളുന്ന ചൂടത്ത് പോലും എഫക്റ്റീവ് ആണ്. AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൺറൂഫ് ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് ടൈം എന്തായാലും എടുക്കുമ്പോൾ പുറത്തുള്ള നിർത്തി എടുക്കുമ്പോൾ ഗ്ലാസ് തുറന്ന് വെക്കുക. പിന്നെ മൂവ് ചെയ്ത് തുടങ്ങിയ സൺറൂഫ് കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെച്ചാൽ മതി, ഫുള്ള് തുറക്കണ്ട. ഇത്രയും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാറ്റ് പുറത്തേക്ക് തള്ളി പോയിക്കോളും. പിന്നെ 1-2 റീലിൽ ഞാൻ കണ്ട ഒരു ചെറിയ ടിപ്പ് ഉണ്ട്. അതായത് വിൻഡോ 4 തുറന്നു വെച്ചിട്ട് ഡ്രൈവർ ഡോറിനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് എയറിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നത്. ഞാൻ 2-3 പ്രാവശ്യം പരീക്ഷിച്ച് നോക്കി. ഐ ഫെൽറ്റ് ഇറ്റ് വർക്ക്ഡ്.
It is science. Basically എന്താ വെച്ചാൽ ബേസിക് സയൻസ് ടയർ ഇസ് ലൈറ്റർ ഇറ്റ് വിൽ ഗോ അപ്പ്. അതെ. അത് ഞാൻ വേറെ തുറന്നിടാൻ പറ്റുന്ന അവസരം ഫസ്റ്റ് 4 ഡോറും തുറന്നിട്ട് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ അടയ്ക്കുക, കുറെ നേരം വെക്കും. എന്നിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയ ഫ്രണ്ട് വിൻഡോ പൊക്കി ബാക്കിലെ വിൻഡോ മാത്രം കുറച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ ചെയ്ത് പുറത്തേക്ക് പോകും. അത് ഇതുണ്ടാകുമ്പോൾ സുഖമാണ്, പൊക്കി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ആ വാട്ടർ പുറത്തേക്കും. അപ്പം വളരെ എഫക്റ്റീവ് ആണ് AC. സീറ്റ് കൂളിംഗ് ഒന്നും ഇല്ലെങ്കിലും ഈ ഫാബ്രിക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്റെ അഭിപ്രായത്തിൽ ചെറിയ വണ്ടികൾ ഫാബ്രിക് ലെതർ നമുക്ക് കിട്ടുന്ന ലെതറല്ല, ലെതർ റേറ്റ് ആണ്. അതായത് ചൂട് കൂടുതലാണ്. അപ്പൊ ഇതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ലൈറ്റ് കളർ ആകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കും. ഇപ്പൊ ബാക്കിൽ സ്റ്റെയിൻ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് ലൈറ്റ് കളർ ഇഷ്ടപ്പെട്ടു, കാരണം കുറച്ചും കൂടെ ഒരു എക്സിക്യൂട്ടീവ് ഫീൽ ഉണ്ട്, റൂമി ഫീൽ. ആൻഡ് ദിസ് മെറ്റീരിയൽ ഇസ് ഓൾസോ ഗുഡ്. കാരണം സ്റ്റെയിൻ ആയാലും ഇപ്പൊ ഞാൻ നേരത്തെ സ്റ്റെയിൻ ആയത് പറഞ്ഞില്ല, അപ്പൊ അത് പോക്കാൻ പറ്റി പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതല്ലോ. പിന്നെ കംഫർട്ട് പറയുമ്പോൾ തന്നെ സസ്പെൻഷൻ യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നീറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം മോശം ഓഫ് റോഡ് റോഡ് പോയാലും വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി കമൻഡബിൾ. അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പറയാനുള്ളത് ഒരു കോമ്പാക്ട് SUV പോകുന്ന പോലെ തന്നെ ഇതും പോകും. അതെ, പോയിന്റ്. നമ്മൾ ഈ കോമ്പാക്ട് SUV എന്ന് കിട്ടുന്ന വലിയ ഹാച്ച് ബാക്ക് ആണ്, ഒരു ഓഫ് റോഡബിലിറ്റി ഒന്നുമില്ല. അത് പോകുന്നിടത്ത് ഇത് നീറ്റ്ലി പോകും. പിന്നെ അപ്പൊ ഒന്ന് ഒറ്റ സംഗതി, ശരിക്കും ക്ലൈംബോ ചരലാണെങ്കിൽ മാനുവൽ ഇട്ടിട്ട് ഫസ്റ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ അധികം RPM കൊടുത്ത് ടയർ തിരിക്കായിരുന്നു മതി. അതും ശ്രദ്ധിക്കുക, നിങ്ങള് RPM കൂടുതലാകുമ്പോൾ ടോർക്ക് കൂടുതലാകുമ്പോൾ വെറുതെ ടയർ സ്പിന്നാവും. അപ്പൊ അങ്ങനെ ഗ്രിപ്പ് കിട്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് കയറൂല. കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് കയറിക്കോളും. അപ്പൊ അതും ശ്രദ്ധിക്കാൻ മതി. പിന്നെ ഒരു കാര്യമുള്ളത്, കംഫർട്ടിൽ എനിക്ക് തോന്നുന്നത് സസ്പെൻഷനിൽ മറ്റൊരു എലമെന്റുകൾ മോശമായ റോഡ് പോകുമ്പോഴും വല്ലാണ്ട് എടുത്തടിക്കുന്നില്ല, ഡാംപ്നെസ് ഇല്ല. വെൽസോട്ട നമ്മൾ നേരത്തെ പറഞ്ഞ മാരുതി ഇപ്പം സസ്പെൻഷൻ സോൾട്ട്. പിന്നെ ഈ ടയർ ചെറുതാണെങ്കിലും നമ്മളിപ്പോ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറെ റോഡുകളൊക്കെ പണി തീരാണ്ട് ഗ്രാവൽ മാത്രമേ ഉണ്ട്. അവിടെ എനിക്ക് ഫീൽ കിട്ടിയത് ഈ ജിംനി ഒക്കെ പോലെ സ്പീഡ് കൂടുന്തോറും സ്റ്റേബിൾ ആവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ടയർ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ലുക്സിന് അല്ലെങ്കിൽ അപ്സൈസ് പോലും ചെയ്യണം, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് നല്ല. പണ്ടത്തെ പ്രശ്നം ഉണ്ടായിരുന്നു ഡെസാറിലെല്ലാം ടയർ നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വീതി കാട്ടില് വീലൊന്നും മാറ്റില്ല, വീതി കൂടിയുള്ള ടയറെങ്കിലും ഇട്ടിട്ടുണ്ട്, എന്നാലും സുഖം കിട്ടത്തുള്ളൂ. ഇത് കറക്റ്റാ. അത്രയും കാര്യങ്ങൾ സോർട്ടഡ്. പിന്നെ മെയിൻ്റനൻസ് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഫസ്റ്റ് സർവീസിന് ആയിട്ടില്ല, നമ്മൾ അത്ര ഓടിയിട്ടില്ല. അതേതിൽ നമ്മൾ ഓടുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു കാറുള്ള സമയത്ത് 3-4 വണ്ടികൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു, സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോങ് ടേമറിന്റെ. പിന്നെ ഇത് നമ്മൾ ടൗണിലാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ലോങ് അങ്ങനെ പോയിട്ട് വന്നില്ല ബേസിക്കലി, എന്നാലും എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ആക്ച്വലി ഞാൻ വിസ പിന്നെ ഞാനാ പോയത്. ശരിയാണ്, ഞാൻ ആദ്യം നാട്ടിലുണ്ടാവട്ടെ. ഇന്നലെ ഞാൻ ട്രെയിന് പോണെന്ന് വെച്ചാൽ വിസ പ്രോസസ്സിന്. അപ്പം ട്രെയിന് കൺഫർമേഷൻ ആവാത്തോണ്ട് പെട്ടെന്ന് ഇതെടുത്തുകൊണ്ട് പോയി, ഈസിലി വന്നു. ഞാൻ പറഞ്ഞ മൈലേജും നീറ്റായിട്ട് കിട്ടി. പിന്നെ ചെറിയ വണ്ടിയുണ്ട്, നമ്മുടെ റോട്ടില് കുത്തിക്കയറ്റാൻ വളരെ സൗകര്യം. കുത്തിക്കയറ്റാൻ സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് അത് അല്ല, ശ്രദ്ധിക്കേണ്ടത്. നമ്മള് കുത്തിക്കയറ്റുന്നത് കുഴപ്പമില്ല. നമ്മളെ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ റീല് കണ്ട് കോട്ടയത്താണ്. ഈ നിനക്കുള്ള പരിപാടി അത്, നമ്മള് ലൈനിൽ നിൽക്കൂലേ, നേരെ മുന്നേ കൊണ്ടിട്ട് കുത്തിക്കയറ്റാൻ നോക്കും. അവിടെ പോയി സ്റ്റക്കോ. അപ്പൊ നമ്മള് ലൈനിന്റെ പുറത്തേക്ക് പോലീസ് ഒന്നും ചെയ്യുന്നില്ല, ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. കിട്ടിയ നീ അടിച്ചോളണം, ആ ഫോട്ടോ എടുത്ത് വന്നാലും ഞാൻ അടിക്കൂല, ഓഫീസിൽ അടിക്കില്ല, നീ അടിക്കണം. മൂപ്പരെപ്പോഴുള്ള പരിപാടി ഇതിലുള്ള ഓഫീസ് എക്സ്പെൻസിൽ കയറ്റിടും. ഞാൻ എന്നെ കൊണ്ടാവുന്ന പരോപകാരങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഉപദ്രവങ്ങൾ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഉപയോഗിച്ചിട്ട് വളരെ ഹാപ്പിയാണ്. സോ ഫാർ ബീൻ വെരി ഹാപ്പി. എന്തായാലും കോൾ ബാക്ക് വന്നുകൊണ്ട് വണ്ടി ഇപ്പം അടുത്ത ദിവസങ്ങളിൽ പോകും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലൈൻസ് ഒട്ടും ഇല്ലെന്നില്ല. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന വണ്ടികൾ കംപ്ലൈൻസിന്റെ ഒരു കംപ്ലൈന്റ് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എവിടെയോ എന്താ പറയാ സ്റ്റിയറിംഗ് ലേശം ഇങ്ങോട്ട് ഓഫ് സെറ്റ് ആയ പോലെ അതുണ്ട്. അത് കുറേ വണ്ടികൾക്ക് ആ ഇഷ്യൂ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നത് എപ്പോഴും നമ്മൾ കൂടുതലും കുറെ കൂടെ പെർഫെക്റ്റ് വണ്ടികൾ ഉപയോഗിച്ചിട്ട് മാറുമ്പോഴാണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന വണ്ടികൾ വെച്ച് നോക്കണം, അതെല്ലാം പിക്ചർ പെർഫെക്റ്റ്. എനിക്കെന്തോ എന്താ എന്റെ ബോഡിക്ക് അലൈൻമെന്റ് പോയതുകൊണ്ട് എനിക്ക് ആദ്യം തോന്നി. പിന്നെ ഞാൻ വേറെ ആളെ കൊണ്ട് ഇരുത്തി കുറച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് സെൻട്രലി അല്ല എനിക്ക് തോന്നി. പിന്നെ എനിക്ക് വേറെ എന്തോ ഒരു കംപ്ലൈന്റ് പറയാണ്ടായിരുന്നല്ലോ.
കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കംപ്ലൈന്റ് വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റൈറ്റ് സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നവരെ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. കാരണം എന്റെയും നല്ല ഡിഫറൻസ് ഉണ്ട് സീറ്റിംഗ് പൊസിഷനിൽ. ഇവനെ ഓടിച്ച് കൊണ്ടെന്ന് വെച്ചാൽ എന്റെ റൈറ്റ് പൊസിഷൻ ആണെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ കുറച്ച് ചേർക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ പ്രശ്നമായിരിക്കും. നമ്മൾ കുറെ അക്യുറസി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്കത് പ്രത്യേകിച്ച് റൈറ്റ് പൊസിഷൻ കിട്ടിയാൽ ഐ എം വെരി കംഫർട്ടബിൾ. പിന്നെ സെറ്റാ എത്ര ലോങ് വേറെ എനിക്കത് ഈ പ്രശ്നമുണ്ട്. എനിക്ക് ആ റൈറ്റ് പൊസിഷൻ കിട്ടിയാ പിന്നെ വെരി അത് ഞാൻ പെർഫെക്റ്റ് കണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന വരെ ഇങ്ങനെ മാറ്റി ഡ്രൈവ് ചെയ്തിട്ടുള്ള അവള് ചോദിക്കും എന്താ ഈ ചെയ്യുന്നത്, അതെല്ലാം പൊസിഷൻ പോയിന്റ് ആയിരിക്കും. ഒരു ഇത് നമ്മൾ ചാരൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോക്ക് വരുള്ളൂ, ഒരു ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും. അത് ചിലപ്പോ കിട്ടുന്ന വരെ നമ്മള് ആ മറ്റേ സിനിമയിലെ ജഗതി സ്റ്റാൻഡേർഡ് അതേപോലെ നമുക്ക് അത് കിട്ടുന്ന എനിക്ക് ആ പ്രശ്നമുണ്ട്. എനിക്ക് അയോണിക്കിൽ ഇപ്പൊ പ്രശ്നം, അയോണിക്കിൽ കുറെ അങ്ങോട്ടോട് ഫിറ്റ് മെമ്മറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം 1, 2 ഞാൻ 3 സെറ്റ് ചെയ്തു. അപ്പൊ 3 ആരും പോയിട്ട് സേവ് ചെയ്യില്ലല്ലോ. ഞാനതെ 1 എല്ലാരും സെലക്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ 2 ആക്കി വെച്ചേക്കുന്നു. ഞാൻ 3 അത് ഏറ്റവും ബെസ്റ്റ് സീറ്റ് സെലക്ഷൻ ഉണ്ട്. ഇതിൽ ഇരുന്നോണ്ട് പറയില്ല, മെർസിഡീസിന്റെ നമ്മളെ ഹൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഓൾമോസ്റ്റ്. എന്താ വെച്ചാൽ EQS എല്ലാം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, EQS അതിന്റെ എല്ലാം ഭയങ്കര ഡാഷ് ഉണ്ടാവും. അപ്പൊ നമ്മളിത് എത്ര കളിച്ചാലും അവർ കറക്റ്റ് ആവും കുറെ സമയം എടുക്കും. പക്ഷെ ഞാൻ അവർ കഴിഞ്ഞ തവണ EQS എന്തോ ഒരു ചെറിയ ഡ്രൈവിന് വന്ന സമയത്ത് ഞാൻ പോയിട്ട് എന്റെ ഹൈറ്റ് വെച്ചു കറക്റ്റ് പൊസിഷൻ, മൈനർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് അവർ ശരിക്കും മനസ്സിലാവും. അത് എടുത്ത് പറയേണ്ടി ഇത് തന്നെ ഒരു സാധനം, അത് കാരണം അത് എഞ്ചിനീയറിംഗ് ബ്രില്യൻസ്. അത് ശരിയാണ്. അല്ല എനിക്കെല്ലാം ഈ പറഞ്ഞ ഡ്രൈവിംഗ് പൊസിഷന് ഭയങ്കര ആക്യുറസിയിൽ എത്തണം. അത് വേറെ ഒന്നുമില്ല, അതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഓടിക്കില്ല. ഒറ്റയ്ക്ക് തന്നെ നമ്മളൊരു കംഫർട്ട് നമ്മൾ നെയിൽ ചെയ്യും. ആ നെയിൽ ചെയ്താൽ പിന്നെ നമുക്കൊന്നും ബോധർ ചെയ്യണ്ട. ആ ഒരു സംഗതി ബോധറേഷൻ ആവുന്നതാണ് പ്രശ്നം. കാരണം തലയിൽ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിൽ ഇതും കൂടെ ഒരു ബോധറേഷൻ ആവുമ്പോ ആ തലയിൽ ഒന്നും ഇല്ലാത്തോണ്ട് കുറെ കാറിൽ കേറിയിട്ട് അവിടെ ഇരിക്കുകയാണ്, പിന്നെ പോകുന്നില്ല അവിടെ നിന്ന്. ഓക്കെ, അപ്പൊ നിന്റെ അടുത്ത കുറ്റം എനിക്ക് കിട്ടാത്തടത്തോളം കാലം പക്ഷെ ഞാൻ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കമന്റിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഡിസയർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് പറയാം. അതല്ല ഈ ഒരു സെഗ്മെന്റ് ഓഫ് വെഹിക്കിളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ശ്രദ്ധിക്കണം എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കാതിരിക്കാം. സോ ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.